വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ബേസിക് ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഇന്നതാ ഇതൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് മസ്റ്റ്, ഹാവ് ടു ഇത് രണ്ടും ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ആദ്യം നമുക്ക് മസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ വേറെ കുറച്ച് സെൻറ്റൻസസ് നിങ്ങളെ കാണിക്കാം. ഇതാ ഈ എഴുതിയിരിക്കുന്നത് നോക്കൂ. എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ അവിടെ ഒരു കാര്യം ചെയ്യുന്നത് നിർബന്ധമാണ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്തേ പറ്റൂ, ചെയ്തേ തീരൂ എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ മസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് പറയും? എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ ഐ മസ്റ്റ് ഗോ. കണ്ടോ, പറ്റൂ എന്നുള്ളത് കൊണ്ട് മസ്റ്റ് ഉപയോഗിച്ചു. ഇനി അടുത്തത്, നീ അത് ചെയ്തേ പറ്റൂ. അപ്പോൾ നീ അല്ലെങ്കിൽ നിങ്ങൾ, അവിടെ യു എന്നല്ലേ പറയുക. അപ്പോൾ എന്ത് പറയും? യു മസ്റ്റ് ചെയ്യുക. അതിന് ഡു എന്നാണ്. യു മസ്റ്റ് ഡു ഇറ്റ്. കണ്ടോ, യു മസ്റ്റ് ഡു ഇറ്റ്. ഇനി അടുത്തത്, അവൾ വന്നേ തീരൂ. അവൾ എന്നതിന് ഷീ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ത് പറയും നമ്മൾ? ഷീ മസ്റ്റ് കം. അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഐ ആയപ്പോഴും യു ആണെങ്കിലും ഷീ ആണെങ്കിലും എല്ലാം നമ്മൾ മസ്റ്റ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഷീ മസ്റ്റ് കം. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മസ്റ്റ് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വന്നേ തീരൂ എന്ന് പറയാൻ മസ്റ്റ് എന്ന് പറഞ്ഞു. വരരുത് എന്ന് പറയേണ്ടി വരുമ്പോൾ നോട്ട് ചേർക്കണം അല്ലേ. അപ്പോൾ ഇതൊന്ന് നോക്ക്. നീ പോകരുത്, പോകരുത് നീ. അപ്പോൾ എന്താ പറയുക? യു മസ്റ്റ് നോട്ട് ഗോ. പോകരുത് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മസ്റ്റ് നോട്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ മസ്റ്റ് നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ടൻ ചെയ്ത് പറയാൻ പറ്റും, ചെറുതാക്കി ചുരുക്കി പറയാൻ പറ്റും. അതിന് നമ്മൾ പറയുന്നത് മസ്റ്റിൻറ്റ് എന്നാണ്. എഴുതുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? മസ്റ്റ് എഴുതിയിട്ട് നോട്ട് മാത്രമാണ് നമ്മളൊന്ന് ചുരുക്കി എഴുതുന്നത്, എന്നിട്ട് ചേർത്ത് എഴുതും. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മസ്റ്റിൻറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ടി, ഈ നടുക്കുള്ള ടി ഇല്ലേ, അത് നമ്മൾ പറയുന്നില്ല. അപ്പോൾ മസ്റ്റിൻറ്റ് എന്ന് പറയരുത്. പക്ഷേ എഴുതുമ്പോൾ ടി എഴുതാൻ മറന്നു പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് പറയാം യു മസ്റ്റ് നോട്ട് ഗോ, അല്ലെങ്കിൽ യു മസ്റ്റിൻറ്റ് ഗോ. അപ്പോൾ അടുത്ത ഒന്ന് നോക്കിയേ, അവൾ വരരുത്. അപ്പോൾ എന്താ പറയുക? ഷീ, നമുക്ക് ആ ഷോർട്ട് ഫോം ഉപയോഗിച്ച് എഴുതാം. ഷീ മസ്റ്റിൻറ്റ് കം അല്ലേ. അപ്പോൾ ഷീ മസ്റ്റിൻറ്റ് കം. ഞാൻ എഴുതിയ എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ചേർത്ത് എഴുതണം, പക്ഷേ ടി നമ്മൾ പറയാനും പാടില്ല. ഷീ മസ്റ്റിൻറ്റ് കം. അപ്പോൾ എങ്ങനെയാണ് മസ്റ്റും മസ്റ്റ് നോട്ടും യൂസ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഹാവ് ടു. ഇതാ നമ്മൾ നേരത്തെ കണ്ട സെൻറ്റൻസ് ആണിത്. എനിക്ക് പോയേ പറ്റൂ. നമ്മളെങ്ങനെയാണ് പറഞ്ഞേ? ഐ മസ്റ്റ് ഗോ അല്ലേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മസ്റ്റിന് പകരം ഹാവ് ടുവും യൂസ് ചെയ്യാം. അതായത് മസ്റ്റിൻ്റെ ഏതാണ്ട് അതേ അർത്ഥമാണ് ഹാവ് ടുവിനും. ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ അത്ര കാര്യമാക്കാൻ വേണ്ടിയുള്ള ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൻ്റെ അവസാനം രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാവ് ടു ഗോ എന്ന്. അപ്പോൾ അത് ഞാൻ എഴുതുകയാണ്. ഐ ഹാവ് ടു ഗോ. പക്ഷേ അവിടെ നിങ്ങളൊരു വ്യത്യാസം കണ്ടോ? മസ്റ്റ് നമ്മൾ ഉപയോഗിച്ചപ്പോൾ അവിടെ ടു ഒന്നുമില്ല, അവിടെ മസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഹാവ് ടു വരുമ്പോൾ ആ ടു നിർബന്ധമാണ്, അതവിടെ വന്നിരിക്കണം. ഐ ഹാവ് ടു ഗോ. ഇനി അടുത്തത്, നീ ഡോക്ടറെ കണ്ടേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് പറയും? മസ്റ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ പറയാം, പക്ഷേ ഹാവ് ടു ഉപയോഗിച്ച് എങ്ങനെ പറയുക? യു ഹാവ് ടു സീ ദ ഡോക്ടർ. യു ഹാവ് ടു സീ ദ ഡോക്ടർ. കണ്ടോ, അവിടെ യു കഴിഞ്ഞ് വന്നത് ഹാവ് ടു ആണ്. ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ? യു ഹാവ് ടു, കാണണം, കണ്ടേ പറ്റൂ എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, അവൾ പാചകം ചെയ്തേ തീരൂ. ഇവിടെ ഞാൻ പറയുന്നത് അവളെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മൾ? ഷീ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഹാവ് ടു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഹാസും ഹാവും ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഷീ, ഹീ ഒക്കെ കഴിഞ്ഞ് ഹാസ് അല്ലേ വരേണ്ടത്. അതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായും ഷീ ഹാസ് ടു എന്ന് പറയേണ്ടി വരും. ഷീ ഹാസ് ടു പാചകം ചെയ്യാന്നുള്ളതിന് കുക്ക് എന്നാണ് പറയുന്നത്. ഷീ ഹാസ് ടു കുക്ക്. കണ്ടോ? അപ്പോൾ ശ്രദ്ധിച്ചല്ലോ. ഐ, യു, വി, ദേ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഹാവ് ടു പറഞ്ഞാൽ മതി. പക്ഷേ ഷീ, ഹീ ഒക്കെ കഴിയുമ്പോൾ ഹാസ് ടു എന്ന് പറയേണ്ടി വരും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഷീ ഹാസ് ടു കുക്ക്. അടുത്തത്, അയാൾ എന്നെ വിളിച്ചേ പറ്റൂ. എന്താ പറയുക? ഹീ ആണല്ലോ, അയാളല്ലേ. എങ്ങനെ വരും?
ഹീ വീണ്ടും ഹാസ് ടു. ഹി ഹാസ് ടു കോൾ മീ. വിളിക്കുക എന്നുള്ളതിനാണ് നമ്മളിവിടെ കോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഹി ഹാസ് ടു കോൾ മീ. അപ്പോൾ മനസ്സിലായല്ലോ വ്യത്യാസം? മസ്റ്റ് ആണെങ്കിൽ ഐ, വി, യു, ദേ ഇതിൻ്റെ എല്ലാം കൂടെ മസ്റ്റ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഹാവ് ടു ആണെങ്കിൽ വ്യത്യാസമുണ്ട്. ഹി, ഷീ ഒക്കെ വരുമ്പോൾ ഹാസ് ടു എന്നാക്കാൻ ശ്രദ്ധിക്കണം. ഐ, വി, യു, ദേൻ്റെ കൂടെ ഹാവ് ടു ഉപയോഗിക്കാം. ഇനി ഹാവ് ടു എങ്ങനെയാണ് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ മസ്റ്റിൻ്റെ നെഗറ്റീവ്, അതായത് മസിൻറ്റ് യൂസ് ചെയ്തതെന്ന്. ഇപ്പോൾ വരരുത് എന്ന് പറയാൻ മസിൻറ്റ് കം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ഒരു കാര്യം പാടില്ല, അത് നിരോധിച്ചിരിക്കുകയാണ്, പ്രൊഹിബിഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ മസിൻറ്റ് യൂസ് ചെയ്തു. പക്ഷേ ഇവിടെ അവർ വരേണ്ടതില്ല എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അവിടെ എന്ത് പറയും? അവിടെ മസിൻറ്റ് യൂസ് ചെയ്താൽ അർത്ഥം മാറിപ്പോവും. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വരണമെന്ന് നിർബന്ധമില്ല എന്നാണ്. വേണമെങ്കിൽ വരാം, വേണ്ടെങ്കിൽ വരണ്ട. അപ്പം അങ്ങനെ ഒരു ചോയ്സ് അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അവിടെ നമ്മൾ ഹാവ് ടുവിൻ്റെ നെഗറ്റീവാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ വരും? അവർ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ദേ വെച്ച് തുടങ്ങണം. എന്താ എഴുതുക? ദേ. ഇനി ഹാവ് ടുവിൻ്റെ നെഗറ്റീവ് ഞാൻ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കൂ. ദേ ഡോണ്ട് ഹാവ് ടു കം. ഞാൻ എന്താ ഇവിടെ പറഞ്ഞതെന്ന് കണ്ടോ? ദേ ഡോണ്ട് ഹാവ് ടു. ഹാവ് ടുവിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഹാവ് നോട്ട് ടു അല്ല കേട്ടോ. അവിടെ ഡോണ്ട് ഹാവ് ടു എന്ന് ചേർക്കണം. കാരണം ദേ ഒന്നിൽ കൂടുതൽ പേരാണ്, അതുകൊണ്ട് ഡോണ്ട് ഹാവ് ടു. ഇനി അടുത്തത് നോക്കി, നിങ്ങൾ പോകേണ്ടതില്ല. അപ്പം നിങ്ങൾ എന്ന് പറയുമ്പോൾ യു ആണ്. അവിടെ എങ്ങനെയാണ് വരിക? യു വെച്ച് തുടങ്ങും. യു ഇതേപോലെ തന്നെ, ഇതേപോലെ തന്നെയാണ് യുവിൻ്റെ കാര്യത്തിലും. യു ഡോണ്ട് ഹാവ് ടു ഗോ. പോകേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു ഗോ. നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ പോകാം, പോകാതെയും ഇരിക്കാം. പക്ഷേ അവൾ പോകേണ്ടതില്ല. അവൾ ഒരാളേ ഉള്ളൂ, സിംഗുലറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും? ഷീ. ഇനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഡോണ്ട് അല്ല, ഷീ ഡസൻറ്റ് ഹാവ് ടു ഗോ. അപ്പോൾ എന്താ പറയുക? ഡസൻറ്റ് ഹാവ് ടു ഗോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ദേയും യുവും വന്നപ്പോൾ ഡോണ്ട് ഹാവ് ടു ആണ് വന്നത്. ഷീ വന്നപ്പോൾ ഡസൻറ്റ്, പക്ഷെ ഹാവ് ടു അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു. ഇവിടെയാണ് മാറ്റം. ഷീ ഡസൻറ്റ് ഹാവ് ടു ഗോ. ഇനി അയാൾ കാത്തു നിൽക്കേണ്ടതില്ല. അപ്പോൾ കാത്തു നിൽക്കുക എന്നുള്ളതിന് ടു വെയിറ്റ് എന്നല്ലേ പറയുക. എന്ത് പറയും? അയാളാണ്, ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുക ഹീ ഡസൻറ്റ്, ഇവിടുത്തെ പോലെ തന്നെ ഷീ ഡസൻറ്റ് പോലെ ഹീ ഡസൻറ്റ് ഹാവ് ടു വെയിറ്റ്. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ഡസൻറ്റ് ഹാവ് ടു അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ടു ഉപയോഗിക്കുന്നതെന്ന്? ഐ, വി, യു, ദേ ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ഡോണ്ട് ഹാവ് ടു എന്ന് പറയും. ഹീ, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ ഡസൻറ്റ് ഹാവ് ടു എന്നാണ് വരിക. ഇനി എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച്, അതായത് പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചും ഫ്യൂച്ചറിലെ കാര്യങ്ങളെക്കുറിച്ചും ഒരു കാര്യം നിർബന്ധമായി ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, എനിക്ക് പോയേ തീരൂ. ഇത് നമുക്ക് ഐ മസ്റ്റ് ഗോ അല്ലെങ്കിൽ ഐ ഹാവ് ടു ഗോ രണ്ട് രീതിയിലും ഇംഗ്ലീഷിൽ പറയാം. പക്ഷേ ഈ മസ്റ്റിന് ഒരു പ്രശ്നമുണ്ട്. ഈ വർത്തമാന കാലത്തിൽ, അതായത് പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ മാത്രമേ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, പാസ്റ്റിലെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ നിർബന്ധമായി ചെയ്യേണ്ടി വന്നു, ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ നമുക്ക് ഈ ഹാവ് ടു തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. എനിക്ക് പോകേണ്ടി വന്നു, പാസ്റ്റിലെ കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുക ഐ പോകേണ്ടി വന്നു. അപ്പോൾ ഹാവ് ടുവിൻ്റെ പാസ്റ്റ് ഉപയോഗിക്കണം. എന്താണത്? ഹാഡ് ടു എന്നാണ് വരിക. ഐ ഹാഡ് ടു, പോവുക എന്നുള്ളതിന് ഗോ ആണ്. അപ്പോൾ അത് പറയുക ഐ ഹാഡ് ടു ഗോ. കണ്ടോ, ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി അവൾക്ക് വരേണ്ടി വന്നു, ഷീ. അപ്പോൾ ഇവിടെ പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഷീ ആയതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ഹാഡ് ടു എന്ന് തന്നെയാണ് ഐ ആണെങ്കിലും വി ആണെങ്കിലും ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ഒക്കെ വരിക. അപ്പോൾ ഷീ ഹാഡ് ടു കം. വരിക എന്നുള്ളതിന് കം ആണല്ലോ, അപ്പോൾ ഷീ ഹാഡ് ടു കം. കണ്ടോ, പാസ്റ്റ് ടെൻസ് പറയാൻ നമ്മൾ ഹാഡ് ടു എന്ന് യൂസ് ചെയ്താൽ മതി. ഇനി ഫ്യൂച്ചറിലെ കാര്യം നോക്കുക കേട്ടോ. എനിക്ക് അത് വാങ്ങേണ്ടി വരും. വാങ്ങുക എന്നുള്ളതിന് ടു ബൈ എന്നാണ് പറയുക. എന്ത് പറയും? ഐ. ഫ്യൂച്ചറിലെ കാര്യമായതുകൊണ്ട് നമ്മൾ വിൽ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ പറയുക ഐ വിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാവ് ടു യൂസ് ചെയ്താൽ മതി. ഐ വിൽ ഹാവ് ടു
വാങ്ങുക ബൈ ആണ്. ഐ വിൽ ഹാവ് ടു ബൈ ഇറ്റ്. ഐ വിൽ ഹാവ് ടു ബൈ ഇറ്റ്. കണ്ടോ? ഇനി അയാൾക്ക് അത് വിൽക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അയാൾ ഒരാളേ ഉള്ളൂ, പക്ഷേ ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഹാഡിൻ്റെ പോലെ തന്നെയാണ് ഇവിടെയും. ഹീ വിൽ ഹാവ് ടു, വിൽക്കുക എന്നുള്ളതിന് സെൽ എന്നല്ലേ പറയുക. അപ്പോൾ ഹീ വിൽ ഹാവ് ടു സെൽ ഇറ്റ്. അപ്പോൾ കാര്യം മനസ്സിലായോ? പാസ്റ്റിനെ കുറിച്ച് പറയാൻ മസ്റ്റ് അല്ല ഉപയോഗിക്കുക, ഹാവ് ടു ആണ്. പക്ഷെ അത് ഹാഡ് ടു ആയി മാറും. അപ്പോൾ ഐ ഹാഡ് ടു, ഷീ ഹാഡ് ടു. ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനും മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാവ് ടു ഉപയോഗിക്കണം, പക്ഷേ വിൽ ചേർക്കണം. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഐ വിൽ ഹാവ് ടു ബൈ ഇറ്റ്, ഹീ വിൽ ഹാവ് ടു സെൽ ഇറ്റ്. ഇപ്പോൾ മനസ്സിലായല്ലോ അതെങ്ങനെയാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ മസ്റ്റും ഹാവ് ടുവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന അർത്ഥത്തിൽ. അത് ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്ന് നമുക്ക് നിർബന്ധമാണെങ്കിൽ അവിടെ നമ്മൾ മസ്റ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. അത് വേറെ ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു ആഗ്രഹമാണ്, എൻ്റെ നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ് എന്നായിരിക്കും. പക്ഷേ വേറെ ആരെങ്കിലും പറഞ്ഞു നീ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ, എന്നാലേ ഈ കോഴ്സിന് ചേരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഉള്ളൊരു നിർബന്ധം, പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്, ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ നിർബന്ധിതനായതെങ്കിൽ ഞാൻ പറയും ഐ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ് എന്ന്. അപ്പോൾ രണ്ടും തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ തലപുകയേണ്ടതില്ല, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കൂടുതലും സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ കാഷ്വലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇൻഫോർമലായിട്ട് ഉപയോഗിക്കുന്നത് ഹാവ് ടു ആയിരിക്കും. മസ്റ്റ് കുറച്ചുകൂടെ ഫോർമലായിട്ടാണ് യൂസ് ചെയ്യുക. പിന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അധികം താമസിയാതെ ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.